ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി വെജിറ്റബിൾ ഉപ്പുമാവാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉപ്പുമാവ് നമുക്കൊന്ന് തയ്യാറാക്കാം. നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. 250 ml 3 കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. റോസ്റ്റഡ് റവയാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു 2 സെക്കൻഡ് നേരം ഇതുപോലെ വറുത്ത് തുടങ്ങിയാൽ ഒന്ന് മണം വന്ന് തുടങ്ങും. റവക്ക് മണം വന്ന് തുടങ്ങിയാൽ നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ഒരു കഷ്ണം പൊടിയായി അരിഞ്ഞതും ഒരു 5 പച്ചമുളക് വട്ടത്തിൽ വളരെ കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള വളരെ കനം കുറച്ച് ചുവന്നുള്ളി അരിയുന്നത് പോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ക്യാരറ്റാണ്. ഒരു വലിയ ക്യാരറ്റ് എടുത്ത് പൊടിയായിട്ട് അരിയുക. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു 1/4 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരും. വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റിന് ശേഷം നമ്മുടെ ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും സവാളയും എല്ലാം നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml 3 കപ്പ് വെള്ളം ആദ്യം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ആ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 3 തവണയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ 4 കപ്പ് വെള്ളവും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും ഞാനിതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി അടച്ച് വെക്കാം നമുക്ക്. ഇനി നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വെള്ളമെല്ലാം നന്നായി തിളച്ചു വന്നു. ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത ചൂടാറാനായിട്ട് മാറ്റി വെച്ച നമ്മുടെ ഈ റവ നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കട്ട കെട്ടാത്ത വിധത്തിൽ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. കണ്ടില്ലേ, ഇതുപോലെ പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചെടുത്ത് വെള്ളം വറ്റി തുടങ്ങുമ്പോഴേക്കും എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തവി വെച്ച് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ഉടച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം നമ്മുടെ ഈ റവ. കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മുടെ ഈ റവ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് വേണം മിക്സാക്കി കൊടുക്കാൻ. കട്ടകളുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് ഉടച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും നമ്മുടെ ഈ വെജിറ്റബിൾ ഉപ്പുമാവ്. വളരെ രുചികരമായ ഒരു ഉപ്പുമാവാണിത്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും ഞാനിതൊരു 2 സെക്കൻഡ് നേരം കൂടി ഒന്ന് അടച്ച് വെക്കുകയാണ്. 2 സെക്കൻഡിന് ശേഷം തീ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. വളരെ സോഫ്റ്റായ വളരെ രുചികരമായ ഒരു ഉപ്പുമാവാണ്. ഉപ്പെല്ലാം വളരെ കറക്റ്റാണ്. നിങ്ങൾക്ക് ഈ ഉപ്പുമാവ് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും
മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.